പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്താവായ യേശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് നാളെ നടക്കുന്നതല്ല, ഇന്ന് തന്നെ സംഭവിക്കാൻ പോകുന്നതാണ്. നമ്മുടെ ലൈഫിൽ വർഷങ്ങളായിട്ട് ഒഴിയാബാധ പോലെയുള്ള വിവിധ വിഷയങ്ങളെ നേരിടുന്നവരോടും ഒരു മാറ്റം പ്രതീക്ഷിച്ചിട്ട് ഇതുവരെയും ഒരു പുതുക്കമുള്ളൊരു അനുഭവം ലൈഫിലുണ്ടാകാതെ എന്നും ഒരേ അവസ്ഥ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നവരോടുമാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ദൂതിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കാനും അവർക്ക് വേണ്ടി ഒരു പ്രത്യേക വിടുതൽ ശുശ്രൂഷ ചെയ്യാനുമാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. ധന്യനായ പൗലോസ്ലീഹ വിശുദ്ധ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ദൈവിക ദൂത് ഇന്ന് വെളിപ്പെടുന്നത്. ആ വചനം എങ്ങനെയാണ്? ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ഈ ദൈവവചനം നിങ്ങളെ പുതിയൊരു മനുഷ്യനാക്കുമെന്നോ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ദൈവം വരുത്തുമെന്നോ ഒന്നും സംസാരിക്കുന്നില്ല. നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുമെന്ന് നിങ്ങളോട് ശക്തമായി തന്നെ പറയുന്നു. ഇന്ന് വരെ ഉണ്ടായിരുന്ന ലൈഫ് ഇമ്മീഡിയറ്റായിട്ട് ചേഞ്ച് ചെയ്യപ്പെടാൻ പോകുന്നതിൻ്റെ ഏറ്റവും തൊട്ടടുത്ത നിമിഷത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ മാറ്റം നിങ്ങളുടെ മേൽ ആരംഭിക്കുന്നത് നിങ്ങൾ യേശുവിലായി തീരുന്നു എന്ന ഒരൊറ്റ നിമിഷത്തിലാണ്. നിങ്ങളുടെ ലൈഫിനെ അടിമുടി പഴയതിൽ നിന്നും പുതുതിലേക്ക് ദൈവം ഒരു നവസൃഷ്ടിയാക്കി മാറ്റുന്ന ഈ വിസ്മയകരമായ മാറ്റം ഇപ്പോൾ ആരംഭിക്കുകയാണ്. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ പാപമോചനത്തിന് വേണ്ടി ക്രൂശിതനായി മരിച്ചുയർത്തെഴുന്നേറ്റ അങ്ങ് എൻ്റെ രക്ഷകനും എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായി വരണമേ. ഈ ഒരു പ്രാർത്ഥന, ഈ ഒരൊറ്റ പ്രാർത്ഥന, ഏറ്റവും ചെറുതായ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ആത്മാർത്ഥതയിൽ പൊതിഞ്ഞൊരു വാക്കായി നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കൊടുക്കുമെങ്കിൽ, ഇന്ന് പറയപ്പെടുന്ന ഈ ദൈവിക നവീകരണത്തിൻ്റെ അത്ഭുതം ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കും. ഒരു സ്വിച്ച് ഇട്ടാൽ ഫാൻ കറങ്ങും, ലൈറ്റ് ഓൺ ആവും. ഇത് പറയുന്നത് പോലെ തന്നെയാണ് ക്രിസ്തുവിനെ കർത്താവായി ഏറ്റുകൊള്ളുന്നൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിസ്തു ഭരണം ആരംഭിക്കുകയാണ്. സാത്താന് നിങ്ങളുടെ മേലുള്ള അധികാരം പിടിവിട്ടു പോവുകയാണ്. ഇന്ന് വരെ നിങ്ങളുടെ ഭവനത്തെ ഭരിച്ചിരുന്ന, നിങ്ങളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്തിരുന്ന ശാപങ്ങൾക്കോ ദോഷങ്ങൾക്കോ പിന്നെ നിങ്ങളുടെ മേൽ 1% പോലും സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, പാസ്റ്ററെ, പഴയകാല ഓർമ്മകൾ, അനുഭവങ്ങൾ ഇതെല്ലാം ഉണ്ട്, എന്താണ് അതിൻ്റെ അവസ്ഥ? നിങ്ങളുടെ ഓർമ്മകൾ അവിടെ തന്നെ നിൽക്കും. നിങ്ങൾക്ക് മറവികൾ ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി ആ പഴയ ഓർമ്മകളിൽ രാജാവായിരുന്ന ഒരു പ്രശ്നം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഇനിമേൽ അധികാരത്തിൻ്റെ ചെങ്കോലുമായി കയറി വരില്ല. ഞാൻ ഉറപ്പു തരാം ദൈവമക്കളെ, പഴയകാല ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെയും ഒരു മരവിച്ച ഓർമ്മകളായ ഒരു ദുഃഖസ്വപ്നമായി തന്നെ നിങ്ങളുടെ പിന്നിൽ കാണും. പക്ഷേ ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ രാജാവും ദൈവവും കർത്താവും യേശു ക്രിസ്തു മാത്രമായിരിക്കും. നമ്മുടെ ലൈഫിൽ മാറ്റം സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നവസൃഷ്ടിയിലേക്കുള്ള മാറ്റം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു. പഴയത് കഴിഞ്ഞുപോയി, പഴയത് മാറണം. അതായത് പഴയത് മാറണമെന്നത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ചില പഴയ കാര്യങ്ങൾക്ക് തീർപ്പ് വരണമെന്നത് ദൈവത്തിൻ്റെ കൽപ്പന തന്നെയാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന നേരത്ത് ഞാൻ മുഖവരയിൽ പറഞ്ഞൊരു വാക്ക് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ ഇത്ര കാലം കഴിഞ്ഞിട്ടും മാറാൻ കൂട്ടാക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും തുടരുന്ന ചില വിഷയങ്ങൾ ഒഴിയാബാധ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പഴയ കാര്യങ്ങൾ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുകയാണെങ്കിൽ, ഈ വചനം പറയുന്നത് പുതിയ സൃഷ്ടിയായി തീരുന്നവൻ്റെ ജീവിതത്തിൽ നിന്നും അതൊക്കെയും പടിയിറങ്ങി പോകണമെന്ന് തന്നെയാണ്. ഈ ഒരു വചനത്തിൻ്റെ ആജ്ഞാശക്തിക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നാളുകളായി വ്യാകുലപ്പെടുത്തുകൊണ്ട് നിങ്ങളെ മുടിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ചില പ്രതിസന്ധികളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഞാൻ ദൈവം എനിക്ക് നൽകിയ ഈ വചനത്തിൻ്റെ അധികാരത്തിൽ അതിനെ കുടിയൊഴിപ്പിക്കുകയാണ്. പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും, അതേത് പേര് നിൽക്കുന്നതാണെങ്കിലും, ചിലയിടത്തത് മാറാ രോഗങ്ങളായിരിക്കാം, ചിലയിടത്തത് കടക്കെണികളായിരിക്കാം, ചിലയിടത്തത് ആത്മഹത്യാ പ്രേരണകളായിരിക്കാം, വേറെ ചിലയിടത്ത് കുടുംബ കലഹങ്ങളായിരിക്കാം, മറ്റു ചിലയിടത്ത് അനുസരിക്കാത്ത തലമുറകളായിരിക്കാം, വേറെ ചിലയിടത്ത് കലഹിക്കുന്ന ഗ്രഹനാഥന്മാരായിരിക്കാം, വേറെ ചിലയിടത്ത് ലഹരിയുടെ അതിപ്രസരമായിരിക്കാം, മറ്റു ചിലയിടത്ത്
വഴിവിട്ട ലൈംഗിക ജീവിതമായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തെ ഏത് നിലയിലുള്ളതായ ഏത് പേരിലുള്ള പ്രശ്നമാണോ നാളുകളായി ബാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ മേൽ മാറ്റമല്ല, അതിൻ്റെ മേൽ പുതിയ സൃഷ്ടിയായി തീരുന്ന ഒരു ക്രിയേറ്റീവ് ചേഞ്ച് തന്നെ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ആ നിലയിൽ വെളിപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ നിങ്ങളെ ഇരുട്ടിൽക്കണ്ണി പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഴത്തിൽ വേരുപിടിച്ച് കിടന്ന ഏത് ഭീമാകാരമായ നിങ്ങളുടെ ജീവനിൽ, നിങ്ങളുടെ പ്രാണനിൽ അതിൻ്റെ സത്തൂറ്റി കുടിച്ചുകൊണ്ട് നിങ്ങളുടെ മേൽ വാണുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ കുടുംബത്തിന് മേൽ അധികാരം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഏത് മൂർധന്യതയുള്ള പ്രശ്നത്തെയും യേശുവിൻ്റെ വചനശക്തിയിൽ ഇന്ന് അതിനെ പൊട്ടിക്കുകയാണ്, അതിനെ ഇന്ന് അഴിക്കുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത് പറയട്ടെന്ന്, അതിൻ്റെ താഴ്വേര് ഖണ്ഡിക്കപ്പെടുന്ന ആ ദൈവ പ്രവൃത്തി ഇപ്പോൾ നിങ്ങളുടെ മേൽ നടക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അതങ്ങനെ തന്നെ നടക്കും. പരിശുദ്ധാത്മാവ് അത് അങ്ങനെ തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത് പൂർവാധികം ശക്തിയോടുകൂടെ പൊട്ടിമാറിപ്പോവുകയാണ്. ഇന്ന് വരെ അത് നിങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാൻ, നിങ്ങളെ നശിപ്പിക്കുവാൻ എത്രത്തോളം ശക്തിയോടുകൂടെ നിന്നോ അത് പൂർവാധികം ശക്തിയോടുകൂടെ ബലപ്പെടുന്ന ഈ നിമിഷത്തിൽ തന്നെ ആത്മാവായ ദൈവം അതിൻ്റെ അടിവേര് പൊട്ടിക്കുകയാണ്. അത് വേരോടെ പറഞ്ഞു മാറുന്ന വ്യക്തമായ കാഴ്ച നിങ്ങളിന്ന് കാണും. ഒഴിയാബാധകൾ ഒഴിഞ്ഞു പോകട്ടെ. അതേത് ഭൂതശക്തികളാണെങ്കിലും, അതേത് ദുഷ്ട ആക്രമണങ്ങളാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ ഇൻസിഡൻറ്റുകളിലൂടെ വന്ന് നിങ്ങളുടെ ലൈഫിനകത്ത് പലവിധമായ പ്രശ്നങ്ങൾ ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് ജനറേറ്റ് ചെയ്ത് നിങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന നിലയിൽ, നിങ്ങളെ ഭയപ്പെടുത്തുന്ന നിലയിൽ, നിങ്ങളുടെ ഉറക്കത്തെ എടുത്തു കളയുന്ന രീതിയിൽ, നിങ്ങളുടെ മാനസിക സമാധാനത്തെ ഒരു വിധത്തിലും സ്വസ്ഥമാകാൻ അനുവദിക്കാതെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തെ ഇന്ന് പരിശുദ്ധാത്മാവ് ക്ലിയർ ചെയ്യുകയാണ്. പുതിയ സൃഷ്ടിയായി തീരുന്ന ഈ നിമിഷത്തിൽ പഴയതിൻ്റെ കടന്നുകയറ്റങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തു മാറ്റുന്നു. ഒഴിയാബാധകളായി കിടക്കുന്ന വിഷയങ്ങളെ ഈ വചനം ഇന്നു പകൽ പൊട്ടിച്ചു മാറ്റുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമില്ലാത്ത ഏത് സാഹചര്യത്തിൽ നേരെയും ഈ ദൈവവചനത്തിൻ്റെ ശക്തിയെ ഇന്ന് പകൽ നിങ്ങൾ പ്രകടിപ്പിച്ചുകൊള്ളുക. ഞാൻ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞിരിക്കുന്നു, നീ മാറിയേ മതിയാകൂ. ഇത് ഏതിനോട് നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാം. എന്നോട് കൂടി ഒന്ന് പറഞ്ഞ്, ഞാൻ പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുന്നു, നീ മാറിയേ മതിയാകൂ, നീ പോയേ മതിയാകൂ. കഴിഞ്ഞ കുറേ നാളുകൾക്ക് പുറകിൽ ഞങ്ങളുടെ ഒരു സ്നേഹിതൻ ഒരു പുതിയ ഷോപ്പ് വാങ്ങി. ആ ഷോപ്പ് വാങ്ങുന്ന സമയത്ത് അതിനകത്ത് കുറേ കാലങ്ങളായിട്ട് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അയാളോടൊന്ന് മാറാൻ പഴയ ഓർഡറിൻ്റെ സമയത്തും കൂട്ടാക്കുന്നില്ല. അന്നേരം നമ്മുടെ ആ സ്നേഹിതൻ അദ്ദേഹത്തിന് പിടിപാടൊക്കെയുള്ള ഒരു മനുഷ്യനാണ്. അയാൾ ആ സ്ഥാപനം മേടിച്ചു. അപ്പം ഉടമസ്ഥാവകാശം മാറുന്നതെന്നൊക്കെ അറിഞ്ഞിട്ടും ഇയാൾ മാറാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ തുടർന്നു. അപ്പോൾ തദ്ദേശീയനായതുകൊണ്ട് ആ നാട്ടിലൊരു ചില്ലറ സെറ്റപ്പൊക്കെ ഉള്ളതുകൊണ്ട് പുതിയ ആൾ വന്നാലും ആ മേൽക്കോയ്മയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാമെന്നുള്ളതായ ആ വ്യാമോഹത്തോട് ഇവിടെ ഇരിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട സ്നേഹിതൻ അദ്ദേഹം ഈ ബിൽഡിംഗ് വാങ്ങിക്കഴിഞ്ഞിട്ട് അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, നിന്റെ പഴയ മുതലാളി അയാൾ നിന്റെ വാക്കിന് മുമ്പിൽ പേടിച്ച് കാണും, ഇപ്പം ഞാനായതിൻ്റെ ഓണർ, ഇറങ്ങി പൊക്കോണം നാളെ തന്നെ. ഈ കൂടും കുടുക്കയൊക്കെ എടുത്ത് നിന്റെ അഭ്യാസം എല്ലാം ഒതുക്കി വിട്ടു പൊക്കോളാൻ പറഞ്ഞു. അന്നേരം താൻ ആ ചെയ്യാറുള്ളതായ ആ ലോക്കൽ സെറ്റപ്പിൽ തനിക്കുള്ളതായ എല്ലാ സംവിധാനങ്ങളെയും തന്നെ ഒരുക്കി. പെട്ടെന്ന് അവൻ ഫോൺ എടുത്തൊന്ന് വിളിച്ചു. പെട്ടെന്ന് പോലീസ് വന്നു. ഇവിടെ ഒരു കളിയും പരിപാടിയും വേണ്ടാന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അന്തരീക്ഷം മാറി. ഇടപെടാൻ പോയാൽ അത് വല്ലാത്തൊരു പ്രശ്നത്തിലേക്കായി പോകുന്നു. ഇവന് സപ്പോർട്ട് ചെയ്യാൻ വന്നവർക്കെല്ലാം മനസ്സിലായി. പെട്ടെന്ന് തന്നെ പോകാനുള്ളതായ ഒരു അവധി അയാൾ പറഞ്ഞു. ആ പറഞ്ഞ അവധിക്ക് തന്നെ മാറിപ്പോയി. കേവലം ഒരു മാനുഷിക ഇടപാടിനകത്ത് ഒരു അവധി വെച്ച് മാറി. പക്ഷേ ദൈവത്തിൻ്റെ ഭരണ വ്യവസ്ഥയ്ക്കകത്ത് അങ്ങനെ അവധി കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഏതവനായാലും അവൻ്റെ അധികാരം അവസാനിപ്പിച്ച് പോയേ മതിയാകുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതാണ് കർത്താവ് എന്ന് ചെയ്യുന്നത്. നിങ്ങളുടെ മേൽ എന്ത് അവകാശമുണ്ടെന്ന് പറയുന്ന പിശാചും, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്ത് സ്വാധീനമുണ്ടെന്ന് പറയുന്ന ഏത് ദുഷ്ടശക്തിയും, നിങ്ങളുടെ നന്മകൾക്കും ഇതേ എത്ര കടിച്ചു തൂങ്ങി കിടക്കുന്ന അശുദ്ധാത്മാക്കളായാലും ഇന്ന് പകൽ യേശു ക്രിസ്തുവിലെ പുതു സൃഷ്ടിയായി നിങ്ങൾ മാറുന്ന ഈ സമയത്ത് ദൈവം അതിനെ കുടിയൊഴിപ്പിക്കുന്ന ഈ വേള അത് വന്നു ചേർന്നിരിക്കുകയാണ്. ഇനി അതിന് നിങ്ങളുടെ മേൽ സ്ഥാനമില്ല. പറ, ഞാൻ പുതിയ സൃഷ്ടിയായി. നീ പോകും, നീ മാറും. ഞാൻ പുതിയ അധികാരത്തിന് കീഴിലാണ്, യേശു ക്രിസ്തു എന്ന രാജാവിൻ്റെ കീഴിലാണ്. ഇന്ന് രാവിലെ ഈ ദൈവിക ദൂത് എത്ര പേർക്ക് ആത്മാവിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തെ ആത്മാവിൽ നിങ്ങൾക്ക് ഗുണകരമായി ഉപയോഗിക്കുവാനുള്ള ഒരു ആന്തരിക പ്രേരണ എത്ര പേരുടെ മേൽ വെളിപ്പെടുന്നുണ്ട്. ഇന്നലെ വരെ മറ്റുള്ളവർ കൈവച്ചിട്ട് തോറ്റുപോയ സ്ഥാനത്ത് നീ കരം വെക്കുമ്പോൾ ഐശ്വര്യം കയറി വരും. നിങ്ങൾ കരം വെക്കുമ്പോൾ നന്മ പുലരും. നിങ്ങൾ ചെല്ലുമ്പോൾ വിശാലതകൾ നിങ്ങളോട് കയറി വരും. കാരണം ഇന്ന് പുതിയ സംവിധാനമാണ്. യേശു ക്രിസ്തുവിലുള്ള പുതിയ ജീവ വ്യവസ്ഥ അവിടെ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ മാറ്റത്തിൻ്റെ ദൂത് ഇതാണ്. ദൈവം ഒഴിയാബാധകളെ ഒഴിപ്പിച്ചിട്ട് പുതിയൊരു സിസ്റ്റം കൊണ്ടുവരാൻ പോകുന്നു. രണ്ടാമത്തെ കാര്യം, പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു എന്നാണ്. അതായത് പുതുമകളെ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുവരാൻ പോവുകയാണ്. പുതുമകൾ വരും. എല്ലാവരും പറ, പുതുമകൾ വരും, പുതുമകൾ വരും. ഞാൻ പുതിയതാകുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി പുതുമകളെ സൃഷ്ടിക്കും. പുതുമകൾ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരും. അതായത് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത, അവിടുന്ന് ഒരിക്കലും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുന്ന ആളല്ല.
പുതിയ എണ്ണ തേപ്പിക്കുന്നവനാണ് എൻ്റെ യേശു. പുതിയ പാട്ടതരത്തിൽ തരുന്നവനാണ്. പുതു വസ്ത്രം ധരിപ്പിക്കുന്നവനാണ്. പുതിയ സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നവനാണ്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, വർഷങ്ങളായിട്ടൊരു മാറ്റമില്ലാത്ത ലൈഫ്, വർഷങ്ങളായിട്ടൊരു ചേഞ്ച് ഇല്ലാത്ത നിങ്ങൾ കിടക്കുന്ന മുറി, വർഷങ്ങളായിട്ട് ഒരു മാറ്റത്തിന് വിധേയപ്പെടാത്ത നിങ്ങളുടെ വീട്, ഒരു വിധത്തിലും വിശാലത പ്രാപിക്കാത്ത നിങ്ങളുടെ പരിസരങ്ങൾ, ഇന്ന് രാവിലെ ഈ ദൈവിക ദൂത് അതിൻ്റെ മുമ്പിൽ നിങ്ങൾ ശക്തിയോടുകൂടെ ഉയർത്തിക്കൂ. മാറ്റം വരാൻ പോവുകയാണ്. പുതുമകൾ സ്ഥാനം പിടിക്കാൻ പോകുന്നു. ഈ ആക്രികളെ പ്രേമിക്കുന്ന പരിപാടികൾ നിർത്തുക. ഞാനിത് പറയാനുള്ളതിൻ്റെ കാരണം, എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരുന്ന മനുഷ്യർ വിവിധങ്ങളായ ബന്ധനങ്ങളിൽ ഉലഞ്ഞ് വസ്തു സംബന്ധമായ വിഷയങ്ങളിലൊക്കെ തകർന്നു കിടക്കുന്നവർ വരുമ്പോൾ ഞാൻ അവരോട് പറയും, കെട്ടിപ്പറക്കി വിൽക്കേണ്ടതും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന വേണ്ടാത്തതൊക്കെ എടുത്ത് കളയണം. നിങ്ങളുടെ ജീവിതത്തിലെ പഴയതിനോടൊക്കെ നിങ്ങൾ ഗുഡ് ബൈ പറയണം. പഴയ സാധനങ്ങളോടുള്ള വല്ലാത്ത അറ്റാച്ച്മെൻറ്റ്, പഴയ ചില വസ്തുക്കളോടുള്ള വല്ലാത്ത പ്രേമം, ഇതൊക്കെ എടുത്ത് കളയണം. നമുക്കത് വേണ്ട. ജീവിതം പുതുമയ്ക്ക് വിധേയപ്പെടട്ടെ, പുതിയതിലേക്ക് തിരിയട്ടെ, പുതിയതിനായിട്ട് ഒരുങ്ങപ്പെടട്ടെ. കാരണം യേശു പുതിയത് കൊണ്ടുവരാൻ പോവുകയാണ്. പുതിയത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ്. പുതിയ തുടക്കങ്ങൾ വരുന്നു, പുതിയ സന്തോഷങ്ങൾ വരുന്നു, പുതിയ ആനന്ദകരമായ വാർത്തകൾ നിങ്ങളുടെ കാതുകളിൽ കേൾക്കാൻ പോകുന്നു. കാരണം നീ പുതിയതായി തീരുമ്പോൾ പുതിയ സന്തോഷങ്ങളുമായി കർത്താവ് നിന്നെ വരവേൽക്കുകയാണ്. പുതിയൊരു ദേശത്തേക്ക് ചെല്ലുമ്പോൾ പുതിയ മനുഷ്യരെ കാണുന്നത് പോലെ, പുതിയ കടകളിലേക്ക് നമ്മൾ പോകുന്നത് പോലെ, പുതിയ ഇടങ്ങളുമായി നമുക്ക് ബന്ധമുണ്ടാകുന്നത് പോലെ, ക്രിസ്തുവിലുള്ള പുതുമയുടെ ജീവിതത്തിനകത്ത് ഇന്ന് വരെ നിങ്ങൾ കൈകാര്യം ചെയ്തതല്ല നിങ്ങളെ തേടി വരാൻ പോകുന്നത്. ഇന്ന് വരെ നിങ്ങൾ ആയിരുന്നതല്ല നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പുതിയ ചില പാന്താവുകളിലേക്ക് കർത്താവ് ചിലരെ നയിക്കാൻ പോകുന്നു. അത് ചില പുതിയ രാജ്യങ്ങളിലേക്കുള്ള കണക്ഷനുകളായി, പുതിയ ചില ജോലി അവസരങ്ങളായി, പുതിയ നില സാമ്പത്തിക വിശാലതകളായി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരും. നിങ്ങളുടെ സ്വഭാവം കംപ്ലീറ്റ്ലി മാറ്റപ്പെടും. നിങ്ങളുടെ ചിന്താരീതികൾ മാറും. തന്നിൽ വിശാലത പ്രാപിക്കുന്ന ഒരുവൻ്റെ ജീവിത നിലകളെ മാറ്റുന്ന സമയം വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ആറ്റിറ്റ്യൂഡിനെ തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. അതിനവൻ്റെ ബന്ധങ്ങളെ ദൈവം അഴിച്ചു പണിയും. പുതിയൊരു മനുഷ്യനായി തീരേണ്ടതിന് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ദൈവം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കും. രണ്ടാമത്തെ ദൈവിക ദൂതിൻ്റെ മർമ്മം ഇതാണ്, ദൈവം പുതിയത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു. മൂന്നാമത്തെ കാര്യം പ്രധാനമായത്, ക്രിസ്തുവിൽ ആയാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഞാൻ നിങ്ങളോട് ചുരുക്കത്തിൽ ഈ ഒരു വാക്ക് പറയാം. യേശു ക്രിസ്തുവിലായി തീരുക എന്ന് പറഞ്ഞാൽ മതത്തിലേക്ക് വരിക എന്നുള്ളതല്ല. യേശു ക്രിസ്തുവിലായി തീരുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഏറ്റവും വിശാലമായ പദ്ധതിയിൽ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ രക്ഷണീയ പദ്ധതിക്കകത്തേക്ക് ആയിത്തീരുക എന്നുള്ളതാണ്. അതായത് ഞാൻ നിങ്ങളോട് പറയട്ടെ, സമൃദ്ധിയിലേക്ക് വരിക, ഐശ്വര്യത്തിലേക്ക് വരിക, സൗഖ്യത്തിലേക്ക് വരിക, നന്മകളിലേക്ക് വരിക, സമാധാനത്തിലേക്ക് വരിക, സ്നേഹത്തിലേക്ക് വരിക, പ്രകാശത്തിലേക്ക് വരിക, പുരോഗതിയിലേക്ക് വരിക, അഭിഷേകത്തിലേക്ക് വരിക, നിത്യ സന്തോഷത്തിലേക്ക് വരിക, നിത്യജീവനിലേക്ക് വരിക. ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് വെക്കുമ്പോൾ, ഇതെല്ലാം നിരത്തി പിടിച്ച് എഴുതാൻ കഴിയാതെ ഇതെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് ഒറ്റ വാക്കിൽ കേന്ദ്രീകരിക്കുമ്പോൾ, ആ ഒരൊറ്റ ഏക വാക്കായി ബൈബിൾ കൊടുക്കുന്ന ഒരൊറ്റ പദമേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം വിശാലമായ അർത്ഥങ്ങളെ എല്ലാം ക്രോഡീകരിക്കുന്ന ആ ഒറ്റ വേടാണ് ക്രിസ്തുവിൽ എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അവൻ ഈ ലോകത്തിലെ ദൈവം ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും ഐശ്വര്യപൂർണ്ണമായതിലേക്ക് ആയിത്തീരുക എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം ഒരു മനുഷ്യന് വേണ്ടി നൽകുന്ന പുതിയ സൃഷ്ടിപരമായ സ്വാതന്ത്ര്യത്തിലായിത്തീരുക എന്ന് തന്നെയാണ് അർത്ഥം. ഒന്ന്, നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഒഴിയാബാധകളെ ഒഴിപ്പിച്ച് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസ്ഥകളെ സൃഷ്ടിക്കും. രണ്ട്, ദൈവം നിങ്ങളുടെ ജീവിതം പുതിയതാക്കി തീർക്കുന്നതിനോടനുബന്ധമായി പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. മൂന്നാമതായി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഏറ്റവും നല്ല ഐശ്വര്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് സെറ്റ് ചെയ്യും. ഇന്ന് ഈ ദൈവിക ദൂത് കേൾക്കുന്നവർക്ക് ഇത് ഏറ്റവും ആനന്ദകരമായി തീരട്ടെ. യേശു ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുന്ന നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഈ 3 മേഖലകളാൽ സമ്പന്നമാക്കാൻ പോവുകയാണ്. 3 മേഖലകളാൽ അനുഗ്രഹീതമാക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ ദൈവിക ദൂത് കേൾക്കുന്നവർ നിലവിൽ പഴയത് പലതിനോട് വിട പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ പറ, കർത്താവേ, ഞാനിത് തീർക്കാൻ ആഗ്രഹിക്കുന്നു, പുതിയതിലേക്ക് ഞാൻ ചേരാൻ ആഗ്രഹിക്കുന്നു. 2, എൻ്റെ ജീവിതത്തിൽ എന്നെ വിട്ടുപോകാതെ നിൽക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് കർത്താവേ, ഈ ഒഴിയാബാധകളെ ഒഴിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ദൂതിന് മുമ്പിൽ എനിക്കൊരു വിടുതൽ ഉണ്ടാകട്ടെ. മൂന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ആത്മാവേ, ഒരു പുതിയ കൾച്ചറിലേക്ക്, പുതിയൊരു ജീവിത ശൈലിയിലേക്ക്, യേശു ക്രിസ്തുവിൽ ലയിച്ചുള്ള പുതിയൊരു അനുഗ്രഹത്തിലേക്ക് ഞാൻ കയറാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തെ അതിലേക്ക് ആക്കി തീർക്കണമേ. ഈ 3 പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാവിലെ ഉണ്ടാകുമ്പോൾ, ഈ 3 അനുഗ്രഹങ്ങൾ ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയാണ്. യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അത്ഭുതകരമായ 3 മാറ്റങ്ങളെ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആത്മലോകത്ത് ഈ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ തന്നെ ഭൗതിക ലോകത്തിൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് കിട്ടും. ഒരുപക്ഷെ ഒരു പുതിയ പേന മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായ സാധന സാമഗ്രികൾ, നിങ്ങൾ ആഗ്രഹിച്ച പുതിയ പുതിയ പദവികൾ, സന്തോഷങ്ങൾ, അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രേഷ്ഠമെന്ന് കരുതുന്ന പലതും പുതിയതായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടും. നിങ്ങളുടെ ലൈഫിൻ്റെ ചിന്താരീതി തന്നെ മാറും. നിങ്ങൾക്കൊരു റീഫ്രഷ്മെൻ്റ് ഉണ്ടാകും. നിങ്ങൾക്ക് മനസ്സിനകത്ത് വലിയൊരു സന്തോഷം അലതല്ലി ഉയരുന്ന നിലയിൽ ദൈവം നിങ്ങളെ പരസ്യമായി മാനിക്കും. ഹൃദയത്തിൻ്റെ അകത്ത് ആരോടും പറയാതെ മൂടി വെച്ചിരുന്ന കുഞ്ഞാഗ്രഹങ്ങളെ പോലും ദൈവം പരസ്യമായി മാനിച്ചുയർത്തുന്നതിന് നിങ്ങൾ സാക്ഷികളാകും. കർത്താവിൻ്റെ കുഞ്ഞെ, ഇത് നിന്റെ ജീവിതത്തിൽ
അനുഗ്രഹത്തിൻ്റെ ഏറ്റവും നല്ല ദിവസമാണ്. ഇത് നിന്റെ ലൈഫിലെ ഏറ്റവും അനുഗ്രഹത്തിലേക്കുള്ളതായ നേരമാണ്. പരിശുദ്ധാത്മാവ് നിന്നെ മാനിക്കാൻ പോകുന്നു. യേശുവിൻ്റെ സ്നേഹം നിന്നെ പൊതിയാൻ പോകുന്നു. കാൽവറിയിൽ ഒഴുകിയ ദൈവപുത്രൻ്റെ പരിശുദ്ധമായ രക്തം ഇന്ന് രാവിലെ നിങ്ങളെ തനിക്ക് സ്വന്തമാക്കി നേടാൻ പോകുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ വിശ്വസ്തനായ പ്രിയപ്പെട്ട പുത്രനും ഞങ്ങളുടെ പ്രാണരക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നത്തെ പ്രവചന ദൂതിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് പറഞ്ഞ അതിശ്രേഷ്ഠമായ സന്തോഷത്തിന്റെ വാക്കുകളെ ഞങ്ങൾ ആത്മാവിൽ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ നിന്ന് ഒഴിയാബാധകൾ പോലെ കിടക്കുന്ന ചില വ്യക്തികൾ, വല്ലാത്ത ചില ഇടപാടുകൾ, ചില ബാധ്യതകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നത് പൊട്ടിമാറിപ്പോകട്ടെ. കർത്താവെ, പുതിയ ചില ജീവ സാഹചര്യങ്ങൾ ഇന്ന് രാവിലെ കർത്താവാം യേശുവിന്റെ നാമത്തിൽ സൃഷ്ടിക്കപ്പെടട്ടെ. പുതിയൊരു ഭവനം ഇവർക്ക് ചിലർക്ക് ഉണ്ടാകട്ടെ, പുതിയ വാഹനങ്ങൾ കിട്ടട്ടെ, പുതിയ ജോലി ലഭിക്കട്ടെ, പുതിയൊരു യാത്ര തുറക്കപ്പെടട്ടെ, പുതിയ ശുശ്രൂഷയുടെ ഒരു മേഖല ഓപ്പണായി വരട്ടെ. ഇന്ന് രാവിലെ ഇവർ പ്രതീക്ഷിക്കുന്ന ഒരു പുതിയ സോണിലേക്ക് ദൈവത്തിന്റെ ആത്മാവെ ഇവരെ ഇപ്പോൾ കണക്ട് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഇവർക്കിത് അക്ഷരം പ്രതി സംഭവിപ്പാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവെ, ഇന്നു മുതൽ ഇവരുടെ ജീവിതം ഒരു പുതിയ സാഹചര്യത്തിൽ, ഒരു പുതിയ സിസ്റ്റത്തിലായി തീരട്ടെ. പുതിയ ശീലങ്ങളിലേക്ക്, പഴയതിനെ കളഞ്ഞ് പുതിയ ശീലങ്ങളിലേക്ക്, പുതിയ ചിന്താരീതികളിലേക്ക്, ഐശ്വര്യത്തിന്റെ പുതിയൊരു തലത്തിലേക്ക് അങ്ങയുടെ മക്കൾ ഇന്ന് കർത്താവാം യേശുവിൻ നാമത്തിൽ പ്രവേശിക്കുകയാൽ സ്തോത്രം. കർത്താവെ, കടുത്ത നെഞ്ചുവേദനയാൽ ഭാരപ്പെടുന്നവരും, വല്ലാതെ നെഞ്ചിൽ എന്തോ കെട്ടിനിൽക്കുന്നത് പോലെയുള്ള പ്രയാസം അനുഭവിക്കുന്നവരും, പിരിമുറുക്കം അങ്ങേയറ്റം അനുഭവിച്ച് മാറ്റങ്ങളൊന്നുമില്ലാതെ ഭാരപ്പെടുന്നവർ ഈ നിമിഷം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ ദൈവവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ഉന്നത നാമത്തിലുള്ള വിടുതൽ ഇവരുടെ മേൽ സംഭവിക്കുമാറാകട്ടെ. യെസ് ലോർഡ്, വലിയ മാറ്റം, വലിയ സന്തോഷം കർത്താവ് അത് ഒരുക്കുകയാൽ സ്തോത്രം. നാഥ, ഇന്നത്തെ ദിവസം ഇവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കട്ടെ. എല്ലാ നന്മകളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ കോട്ടയത്ത് നമുക്ക് ആത്മീയ ആരാധനയുണ്ട്. വൈകുന്നേരം 5 മണിക്ക് എറണാകുളം ചിറ്റൂർ റോഡിലുള്ള YMCA ഹാളിൽ വിശുദ്ധ സഭായോഗമുണ്ട്. നിങ്ങൾ വരണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായിട്ടാണോ ചാനൽ കാണുന്നത്? സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കൂ. നമുക്ക് സന്തോഷത്തോടെ യാത്ര ആരംഭിക്കാം. നിങ്ങളെനിക്ക് നേരിൽ കാണാൻ ആഗ്രഹമുണ്ട്. ചർച്ചിൽ വരണം. കോട്ടയത്ത് നമ്മുടെ ആരാധന നടക്കുന്നത് കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള MK ടവറിൻ്റെ 7ാം നിലയിലാണ്. അതായത് പ്രധാനമന്ത്രി ജൻ ഔഷധി ലോഗോസ് ജംഗ്ഷനിൽ പോലീസ് പരേഡ് ഗ്രൗണ്ടിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടുള്ള പ്രധാനമന്ത്രി ജൻ ഔഷധിയുടെ 7ാം നിലയിൽ, ആ ബിൽഡിങ്ങിൻ്റെ 7ാം നിലയിലാണ്. നിങ്ങൾ വരൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവപിതാവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.